കുരിശന്റെ അവസാനത്തെ ധ്യാനം. അമ്മ മടിയിലെ യേശു. അമ്മ മടി എന്ന ആൾത്താരയില് ദൈവം കിടത്തിയ ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, എൻ്റെ പൊന്നു തമ്പുരാൻ. സുവിശേഷം തുടങ്ങിയപ്പോ ആ പ്രവാചകൻ കൈനീട്ടി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിക്ക് വേണ്ടി ദൈവം ഒരാൾ താരി ഒരുക്കി. അവളുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ ദേവാലയത്തിന്റെ പ്രധാനിയിടത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നു വരുന്നു, ബലിപീഠത്തിലേക്ക്. അമ്മ മടി ബലിപീഠമായി ഈ രാത്രിയിൽ രൂപപ്പെടുക. അമ്മ മടി മരണമടിയല്ല, അമ്മ മടി ജീവന്റെ മടിയാണ്. ഉള്ള ജീവൻ പോലും കുഞ്ഞിന് വേണ്ടി കോരിക്കൊടുക്കുന്നവളുടെ പേര് അമ്മ. കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിന് ജീവനുണ്ടാകാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നവളുടെ പേര് അമ്മ. അമ്മ മടി അത് ഉയർപ്പിന്റെ മടിയാണ്. അമ്മ മടി അത് പുതുജീവന്റെ മടിയാണ്. ആ അമ്മയുടെ മടിയില് പൊന്നു തമ്പുരാൻ. ഉറപ്പുള്ള കാര്യങ്ങളെ ദൈവം പറയത്തുള്ളൂ, സത്യമായ കാര്യങ്ങളെ അവൻ പറയത്തുള്ളൂ. കുരിശിൽ വെച്ച് അവൻ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. Behold your mom. Behold your mom. ഇതാ നിന്റെ അമ്മ. അവൻ പറഞ്ഞു, ഇതേ വാഗ്ദാനത്തിന്റെ പെട്ടകമാണ്. ഇതാണ് സ്വർഗത്തിന്റെ കവാടം. ഇതാണ് ഉഷകാല നക്ഷത്രം. ഇതാണ് രോഗിയായ നിന്റെ സ്വസ്ഥത. ഇതാണ് പാപിയായ നിന്റെ സങ്കേതം. ഇതാണ് ദുഃഖിതന്റെ ആശ്വാസം. ഇതാ അമ്മയെ ചേർത്ത് പിടിക്കാൻ ഈ രാത്രി ഒരു ഓർമ്മപ്പെടുത്തല. ക്രിസ്ത്യാനികളുടെ സഹായം, മാലാഖമാരുടെ റാണി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, എന്റെ അമ്മ. ഇന്നും ഏത് മുറിവേറ്റവരെയും സുഖപ്പെടുത്തുന്നവൾ എന്റെ അമ്മ. മരിച്ചവരെ ഉയർപ്പിക്കാനായി ജീവൻ നൽകുന്നവൾ അവൾ എന്റെ അമ്മ. തളർന്നവരെ എഴുന്നേൽപ്പിക്കുന്നവൾ അവൾ എന്റെ അമ്മ. പാപിയെ വിശുദ്ധീകരിക്കുന്നവൾ അവൾ എന്റെ അമ്മ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവൾ അവൾ എന്റെ അമ്മ. ഈ കുടമാളൂർ മുറ്റത്ത്, ഈ കുടമാളൂർ മുത്തിയുടെ മടിയില് നിനക്ക് ജീവനുണ്ട്, നിനക്ക് വിശുദ്ധിയുണ്ട്, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്, നിനക്ക് വിടുതലുണ്ട്. അമ്മ പറഞ്ഞാൽ അവന് പറ്റില്ല എന്ന് പറയാനാവില്ല. ഇതാ ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന, പിയാത്ത പിയാത്ത. അമ്മ മടിയിൽ പൊന്നു തമ്പുരാൻ. അമ്മയെ ഒരുപാട് സ്നേഹിച്ച മൈക്കിൾ ആഞ്ചലോ എന്ന കലാകാരന് കൊച്ചുനാളില് 18 വയസ്സ് അമ്മയ്ക്ക് പ്രായമുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടു. ഈ കുഞ്ഞുബാലന്റെ മനസ്സിലെ തീരാത്ത നോവായിരുന്നു അമ്മയുടെ മുഖം. ഒടുക്കം ഇതാ ഈശോയുടെ അമ്മ കൊത്തിയെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ അമ്മയുടെ മുഖം വെച്ച് മൈക്കിൾ ആഞ്ചലോ ഒരു രൂപം കൊത്തിയെടുത്തു, വിശ്വപ്രസിദ്ധമായ പിയാത്ത. അമ്മ മടിയിലെ പൊന്നുതമ്പുരാന്റെ ചിത്രം. 18 വയസ്സുള്ള പെൺകുട്ടിയുടെ മടിയിൽ 33 വയസ്സുകാരനായ ക്രിസ്തു കിടക്കുന്നതാണ് പിയാത്തായുടെ യഥാർത്ഥ രൂപം. 18 വയസ്സുകാരി കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് നിത്യകന്യകയായ അമ്മയ്ക്ക് പ്രായം വർദ്ധിച്ചിട്ടില്ലെന്ന്, പാപം ചെയ്യാത്തവർക്ക് പ്രായം വർദ്ധിക്കില്ലെന്ന്. അമ്മയുടെ പ്രായം 18. പൊന്നു തമ്പുരാന് 33 വയസ്സിന്റെ വലിപ്പമുണ്ടായപ്പോഴും 18 വയസ്സുകാരിയുടെ നിഷ്കളങ്കതയോടെ മാലാഖയെ കണ്ടവർക്ക് മാറ്റം വരില്ലെന്ന്, ദൈവത്തെ കേട്ടവർക്ക് മാറ്റം വരില്ലെന്ന്. അതാണ് അമ്മ. 18 വയസ്സുകാരി അമ്മ സ്വർഗത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന അമ്മ മടിയില് മരണമോ അതോ ദൈവമോ? സ്വർഗത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരുവളുടെ മടിയിൽ
മരണം കിടക്കുമെന്നോ? അതോ സ്വർഗത്തെ നോക്കിയിരിക്കുന്നവളുടെ മടിയിൽ ദൈവം കിടക്കുമെന്നോ? മരണമോ അതോ ദൈവമോ? ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, പ്രിയമ്മേ, നിന്റെ പ്രാർത്ഥനയാണ്. സ്വർഗം തഴയത്തില്ല നിന്റെ പ്രാർത്ഥന, സ്വർഗം തള്ളില്ല നിന്റെ പ്രാർത്ഥന. അമ്മമാരുടെ പ്രാർത്ഥന, അമ്മയോളം പ്രാർത്ഥിക്കുന്നവർ ലോകത്തിലില്ല. ഒരമ്മ പ്രാർത്ഥിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും കഴിയാത്തവണ്ണം പ്രാർത്ഥിക്കുന്നവളുടെ പേരാണ് അമ്മ. അവൾക്ക് രാത്രിയില്ല, അവൾക്ക് പകലില്ല, അവൾക്ക് ഊണില്ല, അവൾക്ക് ഉറക്കമില്ല. അവൾക്കൊന്നേയുള്ളൂ, കത്തുന്നൊരു ജ്വാല. അതവളുടെ പ്രാർത്ഥന, അമ്മ പ്രാർത്ഥന. ഇതാ ഒരു ജീവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങും. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മ പ്രാർത്ഥന തുടങ്ങും. ആദ്യമായിട്ട് കയ്യിലെടുക്കുക പ്രസവ സമയത്ത്, നൊമ്പരത്തിന്റെ സമയത്തിൽ നൊമ്പരം പോകണമെന്നല്ല, എന്റെ കുഞ്ഞിനെ നന്നായി തരണമേന്ന് ആ നൊമ്പരത്തിലും അമ്മ പ്രാർത്ഥിക്കും. കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോ ഇവന് ദൈവകുമാരന്റെ ഛായയാണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കും. പിന്നെ ജീവിതത്തിന്റെ ഓരോ ദിവസവും കുഞ്ഞ് വളരും തോറും അമ്മയുടെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കും. വളരുന്ന പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥന, വളരുന്ന പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥന. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഉറക്കം കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കും. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഭക്ഷണം കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്ന അമ്മ. അമ്മയോളം പ്രാർത്ഥിക്കുന്നവർ ഉലകത്തിലില്ല. ഉലകത്തിൽ ആരെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവൾ അമ്മ. കണ്ണടയുമ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് വേണ്ടി. ഓർക്കുന്നു, ഹൈറേഞ്ചിൽ ഇരിക്കുന്ന കാലത്ത് അമ്മയെ തല്ലിയതിന്റെ പേരിൽ, മദ്യപിച്ച് വന്ന് ബോധമില്ലാതെ അമ്മയെ തല്ലിയതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലായ ഒരു മകന്റെ ചിത്രം. രാത്രിയില് കുടി കഴിഞ്ഞു വന്ന അമ്മയെയാണ് അവൻ തല്ലിയത്. അയലോക്കംകാര് കൂടി അവനെ പിടിച്ച് സ്റ്റേഷനിലാക്കി. അന്ന് പിറ്റേന്ന് വെളുപ്പാക്കാലത്ത് ഏതാണ്ട് 4 മണി സമയം, ഹൈറേഞ്ച് 3-ാം മേഖലയിലായിരുന്ന സമയത്ത്, കൊടും തണുപ്പത്ത് എന്റെ റൂമിന്റെ കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ വാതിൽ തുറന്നപ്പോൾ മുഖമൊക്കെ കെട്ടിവെച്ച് ഒരമ്മ വന്ന് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, അവൻ പിന്നെ വന്നോ? അവൻ വന്നില്ലച്ചാ, അവനെ പോലീസുകാർ കൊണ്ടുപോയി. അവരെന്റെ കൊച്ചിനെ തല്ലിക്കൊല്ലും. അച്ഛൻ പറഞ്ഞ അവനെ വിടും. ഞാൻ പറഞ്ഞ, അമ്മ, അവൻ വന്ന ഇനി അമ്മയെ തല്ലും. അവൻ തല്ലുന്ന തല്ലട്ടെ, എന്റെ കുഞ്ഞിനെ ആരും തല്ലാൻ പാടില്ല. ദൈവമക്കളെ, ആ അമ്മ പറഞ്ഞു. ഞാൻ ഏതാണ്ട് രാവിലെ ആയപ്പോഴ് CID ഓഫീസിലെത്തി. കാരണം ഈ അമ്മയുടെ കണ്ണീര് മറക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛനായി തദണ്ഡം, ആ തള്ളെ തല്ലി ചതച്ചതിനെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആ അമ്മ വെളിയിൽ നിൽപ്പുണ്ട്. അവര് മരിച്ചാലും അവരുടെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു പാട് വീഴരുത്. വിളിച്ചുകൊണ്ട് പൊക്കോ. ന്യായങ്ങളില്ല. അമ്മയുടെ കണ്ണീരിന് ന്യായങ്ങളില്ല. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ന്യായങ്ങൾ. അത് ദൈവസന്നിധിയിലും അങ്ങനെയാ, ദൈവസന്നിധിയിലും അങ്ങനെയാ. അമ്മ പറയുന്നത് അച്ചട്ട, അമ്മ പറയുന്നത് അച്ചട്ട. പുണ്യാളത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തില് ഞാൻ ഒരു ദിവസത്തിൽ ഒരു തവണയെല്ലാം പറയും, അമ്മമാർ മക്കളെ അനുഗ്രഹിക്കണം. അമ്മ അനുഗ്രഹം ദൈവാനുഗ്രഹമാ. ഇതാ പൊന്നു തമ്പുരാനെ ചേർത്ത് പിടിച്ച് അമ്മയൊരു പ്രാർത്ഥന, പിയാത്ത പ്രാർത്ഥന. അമ്മ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുക. എങ്ങനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് എന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച പ്രാർത്ഥിക്കട്ടെ. എന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചു നീ പ്രാർത്ഥിക്കണം. ദൈവമക്കള്, നൊമ്പരത്തിന്റെ നിമിഷത്തിലും ദൈവകുമാരനെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കുന്ന ഒരു പ്രാർത്ഥന. അമ്മ മകനെയും മടിയിൽ ചേർത്ത് വെച്ച് അമ്മ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ജീവനെ തിരിച്ചു തരണേ. പരിശുദ്ധമ്മ പ്രാർത്ഥിച്ചു, എന്റെ ജീവനെ തിരിച്ചു തരണേ. സ്വർഗത്തിലെത്തി. ദുഃഖവെള്ളിക്കപ്പുറത്തേക്ക് ആ പ്രാർത്ഥന നീണ്ടു.
എൻ്റെ ജീവന്റെ ജീവനെ തിരിച്ചു തരണേ, എൻ്റെ ദൈവകുമാരനെ തിരിച്ചു തരണേ. ദുഃഖവെള്ളിക്കപ്പുറത്തേക്ക് പ്രാർത്ഥനയെത്തും. അമ്മമാർ പ്രാർത്ഥിച്ചാൽ ഇതാ പ്രാർത്ഥനയെത്തി. സ്വർഗം തുറന്നു, ഭൂമിയിലേക്ക് വിട്ടു. കുറച്ചു നാളത്തേക്കല്ല, യുഗാന്തം വരെ, യുഗാന്തം വരെ ഇതാ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയുടെ പ്രാർത്ഥന കേട്ട പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് തന്നു ദിവ്യകാരുണ്യമായി. കാലിത്തൊഴുത്തിൽ ഉണ്ണിയെ മടിയിൽ കിടത്തിയ പോലെ കാൽവരിയിൽ പൊന്നുണ്ണിയെ മടിയിൽ കിടത്തുന്ന അമ്മ മുഖത്തിന് ദൈവത്തിന്റെ തേജസ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടുമുറ്റത്ത് മകന്റെ ചേതനയറ്റ ശരീരവുമായിട്ടിരിക്കുന്ന ഒരു അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി. ചുരുക്കുന്നു, ആ അമ്മയ്ക്ക് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. ഒറ്റ മകൻ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒറ്റ മകൻ അവധിക്ക് നാട്ടിൽ വന്നിട്ട് അമ്മയോടൊത്തും ഇരിക്കുന്നതിന് മുമ്പ് വീട്ടുമുറ്റത്ത് ഒരുക്കിയ പന്തലിൽ കിടത്തിയിട്ട് അതിനരികിലിരുന്ന അമ്മയ്ക്ക് ദൈവ തേജസ്. ഈ പൊന്നു തമ്പുരാനെ കിടത്തിയ അമ്മയുടെ മുഖത്തിനും ദൈവ തേജസ്. ദൈവം സ്വർഗം മുറിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്നു. ഈ രാത്രിയുടെ അവസാനം, നാളത്തെ ദിവസം വിളിച്ചു പറയാൻ പോകുന്നത് ഇതാ: സ്വർഗം മുറിച്ച് ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നു. സഹനത്തെയും വേദനയെയും മടിയിലിരുത്തി സ്വർഗത്തിലേക്ക് നോക്കുന്നവർക്ക് നിരാശയില്ല. അവർക്ക് സ്തേഫാനോസിനെ പോലെ സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നതും പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെയും കാണാൻ സാധിക്കും. സ്വർഗം കാണുവാനുള്ള ഭാഗ്യ വഴിയാണ് കുരിശിന്റെ വഴി. നിന്റെ നൊമ്പര വഴി, നിന്റെ സഹന വഴി, നിന്റെ തകർച്ച വഴി, നിന്റെ പരാജയ വഴി, കുരിശിന്റെ വഴി. The way of the holy cross. The cross is holy because it belongs to God. The cross is divine. കുരിശ് എപ്പോഴും അത് സ്വർഗീയമാണ്. കുരിശ് എപ്പോഴും ദൈവം തൊട്ടതാണ്. സ്വർഗം കാണാനുള്ള വഴിയാണ് കുരിശിന്റെ വഴി. ഓർക്കുന്നു, ഏതോ ദൈവ പൈതൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ ചോദിച്ചു, മേരി, did you know that one day your baby born would be tortured? Mary, did you know that one day your baby born would be crucified? Mary, did you know that one day your baby born would be killed? സ്വർഗത്തിന് അടഞ്ഞു കിടക്കാനാവില്ല. അമ്മ പ്രാർത്ഥനകളുടെ മുമ്പില് സ്വർഗത്തിന് അടഞ്ഞു കിടക്കാനാവില്ല. മാരി, ഡിഡ് യു നോ? പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയില് ഈ അമ്മ സ്വരൂപത്തിന് മുമ്പില് നീ ഇരിക്കുമ്പോഴ്, പുത്രൻ തമ്പുരാനെ ചേർത്ത് പിടിച്ചപ്പോൾ നിനക്കറിയോ നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചേതനയേറ്റ ശരീരത്തിൽ ജീവൻ വെക്കുമെന്ന്? നിനക്കറിയുമോ ഇന്ന് നിന്റെ കയ്യിൽ നീ ചേർത്ത് വെച്ചിരിക്കുന്ന നിരാശ ഒരു പ്രത്യാശയായി മാറുമെന്ന്? ഇന്ന് നീ ഭയപ്പെടുന്ന രോഗപീഠ ദൈവത്തിന്റെ ഇടപെടലിന്റെ സൗഖ്യമാകുമെന്ന്? ഇന്ന് നീ അനുഭവിക്കുന്ന ഈ കടക്കടിയെ കർത്താവ് ഒരു സമൃദ്ധിയാക്കി മാറ്റുമെന്ന്? ഇന്ന് നിന്റെ കുഞ്ഞിനെ പ്രതി നീ ഒഴുക്കുന്ന കണ്ണീര് ഒരു അഭിഷേകമാകുമെന്ന്? മേരി, മാ, did you know? Did you know that one day your son will be raised? നീ അറിഞ്ഞായിരുന്നോ? അന്ന് അവനെ കെട്ടിപ്പിടിച്ചിരുന്നപ്പോൾ നീ അറിഞ്ഞായിരുന്നോ? ഇന്ന് എനിക്കും നിങ്ങൾക്കുമായി ദൈവം ഒരുക്കിയ അമ്മമടിത്തട്ടാണ് പരിശുദ്ധ സഭ. The Holy Catholic Church. The Holy Catholic Church. ദൈവം ഈ ലോകത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പേരാണ് the Holy Catholic Church. And she is holy, and she is Catholic, and she is your mother. അതേ മക്കളെ,
ഈ മടിത്തട്ടിൽ കിടന്നുറങ്ങിയാൽ നിനക്കൊരു ദുരന്തം വരില്ലെന്ന് ആരൊക്കെ സഭയോട് ചേർന്ന് നിൽക്കുന്നുവോ, ആരൊക്കെ സഭയെ വാരിപ്പുണരുന്നുവോ, ആരൊക്കെ സഭയുടെ മണ്ണിൽ ഉയർത്തി വെച്ചിരിക്കുന്ന കുരിശിനോട് ചേർന്നിരിക്കുന്നുവോ, ലോകം പറയും നീ എന്താ പറഞ്ഞ ദൈവപുത്രനെന്നോ, നീ എന്താ പറഞ്ഞ ദേവാലയം 3 ദിവസം കൊണ്ട് പുതുക്കി പണിയണം. പറ്റുമെങ്കിൽ ഇറങ്ങി വരിക. പറ്റും, അവന് പറ്റും ആ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ. പക്ഷേ ഈ അമ്മ മടിത്തട്ട്, പരിശുദ്ധ സഭയാകുന്ന ഈ അമ്മ മടിത്തട്ട്, എന്തേ ഞാനിവിടെ നിൽക്കുന്നത്? അവളുടെ അമ്മിഞ്ഞ പാല് കുടിച്ചത് കൊണ്ട്. ഒരു ക്രൈസ്തവ സഭയില്, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം 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 ഞാനിവിടെ നിൽക്കുന്നത്. കരയുന്നൊരു കുടുംബം, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, വല്യപ്പൻ മൂത്ത കുട്ടിക്ക് 3 വയസ്സ് പ്രായം, ഇളയ കുട്ടിക്ക് 2 വയസ്സ് പ്രായം, വീണ്ടും വിവാഹം കഴിക്കാതെ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിച്ച് 78-ാം വയസ്സിൽ ഈ മണ്ണിലേക്ക് വീഴുമ്പോഴും ദൈവസന്നിധിയിലേക്ക് വിരിച്ച കരമുള്ള എന്റെ വല്യപ്പൻ, ദൈവസന്നിധിയിൽ പാതിരാവുകളിൽ ജപമാല ചൊല്ലി ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എന്റെ അപ്പൻ, രോഗത്തിന്റെ അതേ ഒരു കുരിശിന്റെ തിരുനാൾ ദിവസം, ഒരു സെപ്റ്റംബർ 14-ാം തീയതി 2000-ാം ആണ്ടില് ഒരു കാല് മുറിച്ചു മാറ്റിയ ഒരപ്പന്റെ മകനാണ് ഞാൻ. കുരിശിന്റെ പ്രഘോഷണം നടത്തിയ എനിക്ക് ഫോൺ കോള് കിട്ടുന്നു, അപ്പന് രോഗമാണ്, അപ്പന്റെ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. കുരിശിന്റെ പ്രഘോഷണം കഴിഞ്ഞ് വന്നപ്പോ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്താ ചെയ്യണ്ടേ? പട്ടം കിട്ടി 2 വർഷം. ഞാൻ പറഞ്ഞു, അമ്മ ദൈവേഷമാണെങ്കിൽ നടക്കട്ടെ. ആ കാല് മുറിഞ്ഞ നാള് മുതല് അപ്പൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. അച്ഛന്മാര് പിതാവും ഒക്കെ പോയി തലേ കൈവെക്കുമ്പോ പിതാവിന്റെ സ്വരത്തെക്കാളും അച്ഛന്റെ സ്വരത്തെക്കാളും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ. എന്റെ പിതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുക, അച്ഛന്റെ അപ്പനെ തൊട്ടാല് ദൈവത്തെ തൊടുന്നത് പോലൊരു അനുഭവം. സഭയുടെ പൈതലായത് കൊണ്ട് വലിയ നൊമ്പരങ്ങളിലൂടെ കടന്നുപോയി. 7 മക്കളിൽ 2 പേർ പുരോഹിത. ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായിട്ട് മിഷനിൽ നിൽക്കുന്ന എന്റെ അനുജൻ ഞാൻ പുണ്യം പറയുകയല്ല, സഭയുടെ മകനായതുകൊണ്ട്, സഭയുടെ അമ്മയ്ക്ക് പാല് കുടിച്ചത് കൊണ്ട്, ഈ ദിവ്യകാരുണ്യം സത്യമായതുകൊണ്ട്, ഈ ദുഃഖവെള്ളി സത്യമായതുകൊണ്ട്, ഈ തിരുവചനം സത്യമായതുകൊണ്ട്, ഈ സഭ സത്യമായതുകൊണ്ട്, ഈ പുണ്യ വിശുദ്ധ ഇടത്തില് ഈ രാത്രിയിൽ വന്നു നിൽക്കാൻ എനിക്കെന്ത് യോഗ്യത? ഈ വെള്ളവസ്ത്രമിടാൻ എനിക്കെന്ത് യോഗ്യത? ഈ പൗരോഹിത്യ ക്രിസ്തുവിന്റെ സൂചനയായ ഈ സ്റ്റോളിടാൻ എനിക്കെന്ത് യോഗ്യത? ദുഃഖവെള്ളി എന്റെ യോഗ്യത. ഓർക്കുന്നു, എടവകപ്പള്ളിയിലെ അച്ഛന് വേണ്ടി ഭക്ഷണവുമായിട്ട് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതല് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്ന് പള്ളിയിലെത്തി അച്ഛന് ചോറ് വിളമ്പി കൊടുത്തപ്പോ ഉള്ളിലൊരു ആഗ്രഹം, ഒരു പുരോഹിതനാവണം. ഒരു വിശുദ്ധനെ സേവിച്ചപ്പോൾ ഉള്ളിലൊരാഗ്രഹം, ഒരു പുരോഹിതനാവണം. അത്ഭുതങ്ങളുടെ ആലയമാണ് പരിശുദ്ധ സഭ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് നമുക്ക് ചേർന്ന് നിൽക്കണം. പിതാവിനെതിരായി ഒരു വാക്ക് പറയാൻ നമുക്കാവില്ല. നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാരോട് നമ്മൾ ചേർന്ന് നിൽക്കണം. നമ്മുടെ പുരോഹിതരോട് നമ്മൾ ചേർന്ന് നിൽക്കണം. നമ്മുടെ സന്യസ്തരോട് നമ്മൾ ചേർന്ന് നിന്നാൽ, നീ ചേർന്ന് നിൽക്കുന്നത് പൊന്നുത്തമ്പുരാന്റെ ശരീരത്തോട് പരിശുദ്ധ അമ്മ കെട്ടിപ്പിടിച്ചതുപോലെ ഈ പുണ്യ സഭയെ കെട്ടിപ്പിടിക്കാൻ നിനക്കാവണം. നിന്റെ ഭാഗ്യമാക്കുഞ്ഞ ഈ വിശ്വാസം, നിന്റെ ഭാഗ്യമാക്കുഞ്ഞ് ഈ പരിശുദ്ധ സഭ. ആരെന്തു പറഞ്ഞാലും ഇതുപോലെ ജീവൻ കൊടുക്കാൻ സഭയിലെ പുരോഹിതരല്ലാതെ പിന്നാരാ ഉണ്ടായിട്ടുള്ളത്? പരിശുദ്ധരായ പാപ്പാമാര്, പരിശുദ്ധ ജോൺ പോൾ പാപ്പ,
അന്ത്യനിമിഷങ്ങള് ഇതുപോലൊരു ഈസ്റ്റർ രാത്രിയില് കുർബാന പോലും ചൊല്ലാൻ പറ്റാതിരുന്ന അവസ്ഥയില് അൾത്താരിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞ ഒരൊറ്റ വാക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. പിരിയാത്ത നാവ് ആ രാത്രിയിൽ ചരിച്ചു. ഹല്ലേലൂയ. He is risen. The church is risen. അത് എന്റെ വിശുദ്ധ ജോൺ പോൾ പാപ്പ. വിശുദ്ധനെ നിന്നെയും വിളിച്ചിട്ടില്ല ബെനഡിക്റ്റ് പാപ്പ. ഈ ലോകത്തിലെ ഏത് സ്ഥാനത്തെക്കാളും ഏത് ഉയർച്ചയെക്കാളും സ്ഥാനത്തിരുന്നവൻ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ക്രൂശിതനെ ധ്യാനിക്കണം. അവൻ ചുവട് വെച്ചു. ഇത് പരിശുദ്ധ സഭ, ഇത് പരിശുദ്ധ സഭയുടെ പാപ്പ. ഇന്ന് ലോകത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു പരിശുദ്ധ പാപ്പ, ഫ്രാൻസിസ് പാപ്പ. വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന, നൊമ്പരപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്ന, ആരെയും മാറ്റി നിർത്താത്ത, എല്ലാവർക്കും വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്ന നല്ല ഇടയൻ ഫ്രാൻസിസ് പാപ്പ. ദൈവമക്കള്, നിനക്ക് നോക്കാൻ ഒരുപാട് വിശുദ്ധർ. എങ്ങോട്ട് നോക്കാനാ? നിന്റെ അൽഫോൻസാമ്മയിലേക്ക് നീ നോക്ക. ഈ അമ്മയെ നോക്കിയിട്ട് നിനക്ക് സഭയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ആർക്കും വേണ്ടാതെ 100-ൽ താഴെ പേരും മാത്രമുണ്ടായിരുന്നെടുത്ത് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടവള് ഇന്ന് എന്റെയും നിങ്ങളുടെയും സഹായമാ. ഞാനും നിങ്ങളും അറിഞ്ഞില്ലെങ്കിലും ഈ രാത്രിയിൽ അച്ഛൻ ഇവിടെ വചനം പറയുമ്പോ ഞാൻ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, പുണ്യാളത്തി എന്റെ കൂടെ വരണേ, പറയേണ്ടത് മാത്രം പറയാ, നീ എന്നെ അനുഗ്രഹിക്കണേ. അമ്മ മടിയൽ പൊന്നു തമ്പുരാനെ ചേർത്ത് പിടിച്ചതുപോലെ സഭയോട് ചേർത്ത് പിടിക്കണം. ആരും എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇതെന്റെ പൊന്നമ്മയാ, ഇതെന്റെ ജീവന, ഇതെന്റെ ആയുസ, ഇതെന്റെ ആത്മാവാ. ഇത് സത്യമാണ്. ലോകത്തിന് വേണ്ടി ദൈവം വിരിച്ചിട്ട അമ്മ മടിത്തട്ട് പരിശുദ്ധ സഭ. അവളുടെ മടിയിൽ ഉയർപ്പുണ്ടാവും, അവളുടെ മടിയിൽ ഉயிருണ്ടാകും, അവളുടെ മടിയിൽ മാപ്പുണ്ട്, അവളുടെ മടിയിൽ കരുണയുണ്ട്. ആ അമ്മ മടിത്തട്ടിലിരിക്കാനും കിടക്കാനും ഭാഗ്യം കിട്ടിയവ. ദൈവമേ, 1000 നന്ദി പറഞ്ഞാലും തീരില്ലല്ലോ ഈ പുണ്യ മണ്ണിൽ നിന്നുകൊണ്ട് നിന്നെ പറ്റി ഒന്ന് നൊമ്പരപ്പെടാൻ സാധിച്ചത്. ദൈവമേ നന്ദി. കുരിശിന്റെ വഴിയിലുണ്ടായിരുന്ന പുണ്യാത്മാക്കളെ നന്ദി. അഭിവന്ദിയ വൈദികരെ, എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ദൈവജനമേ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാൽവരിയിലെ തിരുരക്തം ഈ രാത്രിയിൽ എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കട്ടെ. ഈശോയ്ക്ക് പകരം ആ അമ്മ മടിത്തട്ടിൽ എന്നെ ഒന്ന് കിടത്താമോ? മകന്റെ ബലിയർപ്പണം പൂർത്തിയായി. ഇതാ ഇവിടെ ഒരമ്മ ബലിയർപ്പണത്തിനായി ഒരുങ്ങുന്നു. അമ്മയുടെ കൈകളിൽ കാഴ്ചദ്രവ്യമുണ്ട്. സ്വന്തം മകന്റെ മൃതദേഹം, തന്റെ ഓമന മകന്റെ ഒടിഞ്ഞു നുറുങ്ങിയ ശരീരം വലിച്ചുവാരി മാറോട് ചേർത്ത് പിടിച്ച് ആകാശങ്ങളിലേക്ക് നോക്കി അമ്മ ഹൃദയം പൊട്ടിക്കരയുന്നു. ഹൃദയരക്തം കൊണ്ടുള്ള മകന്റെ ബലിക്ക് പിന്നാലെ കണ്ണുനീരുകൊണ്ടുള്ള അമ്മയുടെ ബലി. അമ്മേ, ഇത്ര വലിയ സഹനത്തിന്റെ മുന്നിലും പിടിച്ചു നിൽക്കുവാൻ അമ്മയ്ക്കെങ്ങനെ കഴിഞ്ഞു? അമ്മ എന്തുകൊണ്ട് ദൈവത്തെ ശപിച്ചില്ല? നിസാര സഹനങ്ങൾക്ക് മുന്നിൽ കൂടി തളർന്നു പോകുന്നവരാണ് ഞങ്ങൾ. ഒരായുസ്സിന്റെ മുഴുവൻ സഹനങ്ങളും ഏറ്റെടുത്ത് ആരോടും പരാതി പറയാതെ ജീവിക്കുന്ന അനേകം അമ്മമാർ ഇന്നുമുണ്ട്. ദുഃഖവെള്ളിയാഴ്ച പോലും വിശ്വാസം നഷ്ടമാകാതെ സൂക്ഷിച്ച അമ്മേ, ഞങ്ങളുടെ അമ്മമാർക്കായി പ്രാർത്ഥിക്കണമേ.
ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ദൈവജനമേ, ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന, ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഏകദേശം 2-2.5 മണിക്കൂറിലൂടെ ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയെ ധ്യാനിക്കുവാനും ക്രിസ്തു കടന്നുപോയ ആ നൊമ്പരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ക്രിസ്തു കാണിച്ചു തരുന്ന ജീവിത മാതൃകയെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ടും നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് ഈ ധ്യാന പ്രസംഗത്തിലൂടെ, കുരിശിന്റെ വഴിയുടെ ധ്യാന പ്രസംഗത്തിലൂടെ വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ഭൂതങ്കലച്ചൻ നമ്മളെ സഹായിച്ചു. നമുക്കറിയാം, നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ 2.5 മണിക്കൂർ കർത്താവ് കടന്നുപോയ അതേ വഴികളിലൂടെ കടന്നു പോവുകയായിരുന്നു. അച്ഛൻ തന്റെ ധ്യാനത്തിലൂടെ വളരെയേറെ സംഭവങ്ങളും അതുപോലെ തന്നെ വചനത്തിലും അധിഷ്ഠിതമായിട്ട് എങ്ങനെ നമുക്ക് ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയെ നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാം, സഭയിലൂടെ നമുക്ക് എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തന്നു. പ്രത്യേകമായിട്ട് ഈ ഇടവകയുടെ പേരിൽ വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ഭൂതങ്കലച്ചന് എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏകദേശം 2-2.5 മണിക്കൂർ നമ്മള് ഈ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഇതിന് പിന്നിൽ ഒത്തിരിയേറെ അധ്വാനിച്ചവര്, നല്ല മനസ്സുകള് ഇതിന് പിന്നിലുണ്ട്. ഇപ്രകാരം കർത്താവിന്റെ കുരിശിന്റെ വഴിയെ ഭാവാത്മകമായിട്ട് ഇവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ നല്ല മനസ്സുകൾ ഇതിന് പിന്നിൽ അധ്വാനിച്ചു. നമ്മുടെ ഇടവകയുടെ പേരിലുള്ള നന്ദി അവർക്കും ഏറെ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക, നമ്മളോട് ബഹുമാനപ്പെട്ട അച്ഛൻ ആഹ്വാനം ചെയ്ത ഒരേ കാര്യം, ദുഃഖവെള്ളിയാണ് നമ്മുടെ യോഗ്യത. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ക്രിസ്തുവിന്റെ ഈ കുരിശിന്റെ വഴികളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ഇനിയുള്ള ദിവസങ്ങള് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഇടവകയുടെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.